watching 24. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്വല്പം നേരത്തെയാണ്, നിങ്ങൾക്കറിയാം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് സംപ്രേഷണം ചെയ്ത ഈ പരിപാടി ഇനി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6:30 സംപ്രേഷണം ചെയ്യുക. പ്രൈം ടൈം പരിപാടികൾ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയത് കൊണ്ടാണ് ഈ പരിപാടി അരമണിക്കൂർ നേരത്തെ ആകുന്നത്. ഇന്നലെ മുതൽ എൻകൗണ്ടർ പ്രൈം രാത്രി 8 മണിക്ക്, അതിന് പകരം രാത്രി 7:30 സംപ്രേഷണം ചെയ്യുക. ഇന്നും രാത്രി 7:30 എൻകൗണ്ടർ പ്രൈം. അതുപോലെ മറ്റു പരിപാടികളിലൊക്കെ തന്നെ ചില്ലറ മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ, കുറച്ചുകൂടി പ്രേക്ഷകർക്ക് സൗകര്യപ്രദമായ രീതിയിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ വാർത്താ മണിക്കൂർ, ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും വിളികളും സന്ദേശങ്ങളും ഒക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ ജീവൻ, ആത്മാവ്. പ്രേക്ഷകരില്ലാതെ 24-ഉം ഫ്ലവേഴ്സും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ സ്ക്രീനിൽ തെളിയുന്നു. പതിവ് പോലെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കുക. ആദ്യം ഒരു വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് ടെലിവിഷൻ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. 6235968937. ഒരിക്കൽ കൂടി പറയാം, 6235968937. അതേപോലെ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ വിളിക്കേണ്ട ലാൻഡ് നമ്പറുണ്ട്. 0484283050. ഇതുകൂടാതെ യൂട്യൂബിൽ പോയി നിങ്ങൾക്ക് നമ്മുടെ 24 ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടുത്തെ ചാറ്റ് ബോക്സിൽ കുറിക്കാം. ആ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന കമൻറ്റുകളൊക്കെ തന്നെ ഈ പരിപാടിയുടെ ജീവനാണ്. അപ്പോൾ വിളികൾ, സന്ദേശങ്ങൾ, പ്രതികരണങ്ങൾ, ആശയങ്ങൾ ഒക്കെ ഈ പരിപാടിയുടെ ജീവൻ. അടുത്ത 1 മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, കുറച്ച് ദിവസങ്ങളായി എന്നെയും അലോസരപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിലെ +1 വിജയം. പ്രത്യേകിച്ച് മലബാറിൽ പൊതുവേ +1 സീറ്റ് വിഷയത്തിൽ വലിയ വലിയ പ്രതിഷേധങ്ങൾ കത്തിപ്പടരുകയായിരുന്നു. അവർ കുട്ടികളൊക്കെ പറയുന്നത് വളരെ ന്യായമാണെന്നും മാതാപിതാക്കൾ ഉത്കണ്ഠ ന്യായമാണെന്നും ഒക്കെ നമുക്കറിയാമായിരുന്നു. ഞാൻ തന്നെ ഇക്കാര്യം പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്കും അഡ്മിഷൻ കിട്ടാതെ പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞതാണ്. നമ്മുടെ ലൈവിലും പറഞ്ഞു, സ്വകാര്യ സംഭാഷണത്തിലും പറഞ്ഞു. എന്തായാലും ഇന്നതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. മന്ത്രി വാക്ക് പാലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലബാറിൽ +1 സീറ്റുകളിൽ പ്രതിസന്ധി ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ച ദിവസം കൂടിയാണിന്ന്. മലപ്പുറം ജില്ലയിൽ +1-ന് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ അതിവേഗത്തിൽ തീരുമാനവും ഉണ്ടായി. ഇന്ന് ഉയർന്ന ആക്ഷേപങ്ങളിൽ സമഗ്ര പഠനം നടത്താൻ 2-അംഗ സമിതിയെ നിയമിച്ചു. വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്ന് ഉച്ചകഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് ഈ സുഖകരമായ തീരുമാനം ഉണ്ടായത്. സർക്കാർ സമവായ നീക്കങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാനും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചു എന്ന സുഖകരമായ മറ്റൊരു വാർത്തയും തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്നു. ആ സ്റ്റോറിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. SSLC പാസ്സായ എല്ലാവർക്കും പഠിക്കാൻ +1-ന് ആവശ്യത്തിന് സീറ്റുകളുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത്. 1, 2, 3 ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ശക്തമായി. SFI കൂടി സമരരംഗത്തേക്ക് ഇറങ്ങിയതോടെ സർക്കാർ പ്രതിരോധത്തിലായി. ഒടുവിൽ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1-ന് സീറ്റുകൾ കുറവുണ്ടെന്ന് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. മലപ്പുറത്ത് ആകെ 82,466 അപേക്ഷകരാണുള്ളത്. ഇതിൽ 53,762 പേർ +1 പ്രവേശനം നേടി. മെറിറ്റിൽ അലോട്ട്മെൻറ്റ് നൽകിയിട്ടും 11,546 പേർ പ്രവേശനം നേടിയിട്ടില്ല. ഇവരിൽ 4,492 പേർ കമ്മ്യൂണിറ്റി, മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ടകളിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രവേശനം നേടി. ഇനി മലപ്പുറത്ത് 17,298 പേർ പ്രവേശനം നേടാനുണ്ട്. 9,820 സീറ്റുകളാണ് പ്രവേശനത്തിനായി ഇനി ശേഷിക്കുന്നത്. 7,478 സീറ്റുകളുടെ കുറവുണ്ടാകും. മലപ്പുറത്ത് +1 പ്രവേശനത്തിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയിൽ അംഗീകരിച്ചു. സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് സർക്കാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 85 സ്കൂളുകളും എയ്ഡഡ് മേഖലയിൽ 88 സ്കൂളുകളുമാണുള്ളത്. ഹയർ സെക്കൻഡറി 2-ാം വർഷം ഇപ്പോൾ പഠിക്കുന്നത് 66,024 കുട്ടികൾ. പ്രതിസന്ധിക്ക് പരിഹാരമായാണ് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാമെന്ന ധാരണയിലെത്തിയത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ സ്കോൾ കേരളയിൽ പ്രവേശനം തുടങ്ങാവൂ എന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചു. ഇതോടൊപ്പം ക്ലാസുകൾ നഷ്ടപ്പെടുന്നവർക്കായി ബ്രിഡ്ജ് കോഴ്സ് നടത്തും. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. സർക്കാർ നൽകിയ ഉറപ്പിനെ മുഖവിലക്കെടുക്കുന്നുവെന്ന KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതിസന്ധി ഉണ്ടെന്ന സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻപിലുള്ള പ്രൈം കൺസേൺ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഞങ്ങളുടെ അജണ്ടകളെല്ലാം മറിച്ച് നിലവിൽ തെരുവിലിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കണമെന്നതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. ഇന്നലെ ക്ലാസ് ആരംഭിക്കുമ്പോൾ കുറേ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളുടെ വിഷയം ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അതായത് 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് അവർ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കാതെ പുറത്തു പോയ 7,000-ഓളം വിദ്യാർത്ഥികളുണ്ട്. അവരെയും ഈ സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെന്ന്, അവരെയും മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെയും പരിഗണിക്കണമെന്ന് ഒരു നിർദ്ദേശം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ വർഷത്തോടുകൂടി അനുവദിക്കുന്ന മുഴുവൻ ബാച്ചുകളും പെർമനൻ്റ് ആയി തന്നെ നിലനിർത്താനുള്ള ഒരു നിർദ്ദേശം മന്ത്രിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. മന്ത്രി അത് പരിഗണിക്കാം എന്നും രൂപത്തിൽ നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. 14 വിദ്യാർത്ഥി സംഘടനകളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഓരോ വർഷവും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി ഓരോ വർഷവും വലിയ സമരങ്ങൾക്കാണ് ഇടവരുത്താറുള്ളത്. പക്ഷേ എല്ലാ തവണയും ഉണ്ടാകുന്നത് താൽക്കാലിക പരിഹാരം മാത്രം. സ്ഥിരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ വൈമനസ്യമാണ്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടത്താനായി മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. അവിടുത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിരുന്നു. തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജില്ലാ സമ്മേളനം നടന്നതെങ്കിലും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോയി. അവിടെ എല്ലാം ഈ +1 പ്രവേശനം വലിയൊരു കീറാമുട്ടിയാണ്. കുട്ടികളൊക്കെ വളരെ ആശങ്കയോട് നമ്മൾ സംസാരിച്ചു. അതുപോലെ വലിയ ഉത്കണ്ഠയിലാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെ ഞാൻ പലരോടും പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം. ഈ കുട്ടികൾക്ക് ടെൻഷനില്ലാതെ +1 പ്രവേശനം കിട്ടട്ടെ. അല്പം മുമ്പ് വന്ന ഒരു വാർത്തയാണ്, വളരെ വൈകുന്നേരമാണ് ഈ വാർത്ത വന്നത്. വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തി. മക്കിമല മേഖലയിലാണ് ഈ കുഴിബോംബ് കണ്ടെത്തിയത്. തണ്ടർബോൾട്ട് എത്തി ബോംബ് നിർവീര്യമാക്കിയെന്ന് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സുർജിത്ത്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കുഴിബോംബ് കണ്ടെത്തിയത്? ആരെങ്കിലും സ്വകാര്യമായി അറിയിച്ചതാണോ അതോ അല്ലാതെ അന്വേഷണത്തിൽ മനസ്സിലായതാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN തലപ്പുഴ മക്കിമല കൊടക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു ആദിവാസി സെറ്റിൽമെന്റ് ഉണ്ട്. അവിടെ നിന്നും അത്തിമല എന്ന് പറയുന്ന മറ്റൊരു സെറ്റിൽമെന്റിലേക്ക് പോകുന്ന വഴിയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കുമ്പോൾ ഒരു കുഴി കണ്ടെത്തിയത്. ആ കുഴിയിൽ അവർ പരിശോധന നടത്തി. ആ കുഴി പരിശോധിച്ചപ്പോഴാണ് ഈ ബോംബ് പോലൊരു വസ്തു കണ്ടെത്തിയത്. തുടർന്ന് തണ്ടർബോൾട്ട് സംഘം സ്ഥലത്തേക്ക് എത്തി. അവർ വിശദമായി പരിശോധിച്ചു. ഇത് കുഴിബോംബാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഇവർ എന്തായാലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ സജീവമായുള്ള മേഖലയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതായത് കമ്പമല, മക്കിമല, ഈ പ്രദേശം ആറളം ഉൾപ്പെടെ ആറളത്തേക്ക് എളുപ്പം പോകാവുന്ന വനപാതയുണ്ട്. വനത്തിലൂടെ പോകാവുന്ന മേഖലയാണ്. ഇവിടെ എല്ലാം തന്നെ മാവോയിസ്റ്റുകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. ഇത് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചാണോ ഇതുൾപ്പെടെയുള്ള കാര്യത്തിൽ സംശയമുണ്ട് പോലീസിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത്, മലയിറങ്ങി വരുന്ന മാവോയിസ്റ്റ് ആയാലും മറ്റുള്ളവരായാലും കുഴിബോംബ് വെച്ച് നമ്മുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സമാധാനത്തോടെ കഴിയുന്നൊരു ജനത എന്ന് ഖ്യാതിയും പ്രശസ്തിയുള്ള ഒരു നാട്ടിലേക്ക് ഈ ബോംബിൻ്റെ രൂപത്തിൽ സമാധാനക്കേട് വരാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ജോബിൻ കട്ടപ്പന ചോദിക്കുന്നു, 6:30 മണിക്കാക്കിയത് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാനല്ലേ? അങ്ങനെയൊന്നും ഉറങ്ങുന്നില്ല. നമ്മുടെ ഉറക്കമൊക്കെ നട്ടപ്പാതിരേക്കാണ് സുഹൃത്തെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താണ് അവധിയുടെ കാര്യം? കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ സൂര്യസജി ഒരു കാര്യം അറിയിക്കുന്നു. അതിരപ്പള്ളിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് വാർത്ത. കനത്ത മഴയിൽ മുളങ്കൂട്ടം മറിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വൻമുളം കൂട്ടം റോഡിന് നടുവിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. മുള നീക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതിരപ്പള്ളി 10-6 ഗതാഗതമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കാസർഗോട്ട് വെള്ളരിക്കുണ്ടിൽ ശക്തമായ മഴയിൽ കാറിന് മുകളിൽ തെങ്ങ് വീണു. ആർക്കും പരിക്കില്ല. കാറിൻ്റെ മുൻവശത്തെ ചില്ലുകൾ അത്യാവശ്യം പൊട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ബ്യൂറോ മനസ്സിലാക്കുന്നത്. അതുപോലെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അതുപോലെ തിരികെ വരുന്ന ബസ്സുകളുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നു എന്നുകൂടി സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇടുക്കിയിൽ പ്രത്യേകിച്ചും നല്ല മഴയാണ്. ഹൈറേഞ്ചിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അപ്പോൾ ഈ ഇടുക്കിയുടെ റിപ്പോർട്ട് നമുക്ക് വളരെ വൈകാതെ തന്നെ രാഹുൽ വിജയൻ തരും.
ഇനി കിളിമാനൂരിലേക്ക്. കിളിമാനൂർ MC റോഡ് കയ്യേറി ഒരു വ്യക്തി നിർമ്മാണം നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി KSTP ഉദ്യോഗസ്ഥൻ. ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന വിജിലൻസ് കണ്ടെത്തലെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് അയാൾ പൂഴ്ത്തിക്കളഞ്ഞു. സ്ഥലത്തെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം കൊട്ടാരക്കര റൂട്ടിൽ കിളിമാനൂർ ടൗണിന് സമീപം മഹാദേവേശ്വരം ബൈപ്പാസിലാണ് ഞാനുള്ളത്. 2008 ഈ ബൈപ്പാസ് നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഈ കാണുന്ന സ്ഥലത്ത് ഒരു ബസ് ബേ നിർമ്മിക്കാൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് KSTP തീരുമാനിക്കുന്നു. അന്ന് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പൊന്നും വില കൊടുത്ത് 12 സെന്റ് ഭൂമി KSTP ഈ ബസ് ബേ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് വാങ്ങിയിടുന്നു. 2022 സ്വകാര്യ വ്യക്തി അത് കയ്യേറി ഒരു മതിലും തൊട്ടപ്പുറത്തൊരു വലിയ ഗേറ്റും പണിയുന്നു. ഈ പ്രവർത്തികളുടെ ആരംഭത്തിൽ തന്നെ വാർഡ് മെമ്പർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നു കാട്ടി പഴയകുന്നുമ്മൽ പഞ്ചായത്തിൽ കത്തു നൽകി. തുടർന്ന് KSTPയുടെ അനുമതിയോടെ മാത്രമേ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ പാടുള്ളൂവെന്ന് വ്യക്തമാക്കി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. പിന്നാലെ KSTP നൽകിയ NOC ആണിത്. സ്വകാര്യ വ്യക്തിയുടെ അപേക്ഷ പരിഗണിച്ച KSTP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം പരിശോധിച്ച് സർക്കാർ പുറമ്പോക്ക് ഭൂമി ഇല്ലെന്നും KPA നിയമാനുസരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ തടസ്സമില്ലെന്നും NOC നൽകി. തുടർന്ന് 2022 നവംബർ 2-ന് പഴയകുന്നുമ്മൽ പഞ്ചായത്തിലെ അന്നത്തെ സെക്രട്ടറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പെർമിറ്റ് നൽകി. എന്നാൽ KPA നിയമങ്ങൾ പാലിക്കാതെയാണ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. KSTP ബസ് ബേ നിർമ്മിക്കുന്നതിന് പൊന്നും വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തേക്ക് സ്വകാര്യ വ്യക്തി കയറിയിറങ്ങാൻ വലിയ ഗേറ്റും മതിലും സ്ഥാപിച്ചു. നിയമലംഘനം നടന്നിട്ടും അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയെടുത്തില്ല. തുടർന്ന് പൊതുപ്രവർത്തകർ വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. ഞാൻ ഈ പഞ്ചായത്തിലെ ഈ വാർഡിനെ പ്രതികരിക്കുന്ന മെമ്പറാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്കാർക്കും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ റിപ്പോർട്ട് പോലും യഥാർത്ഥത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പഴയകുന്നുമ്മൽ പഞ്ചായത്ത് അധികാരികൾ കണ്ടിട്ടില്ലാത്ത, ജനപ്രതിനിധികൾ കണ്ടിട്ടില്ലാത്ത, KSTP ഉദ്യോഗസ്ഥർ ഇനിയും കണ്ടില്ല എന്ന് നടിക്കുന്ന ആ വിജിലൻസ് റിപ്പോർട്ട് പക്ഷെ 24 കണ്ടിട്ടുണ്ട്. അനുമതി നൽകിയ KSTPയുടെ ഭൂമി തന്നെ 4 മീറ്ററോളം കയ്യേറിയതായും ഈ സ്ഥലത്തുകൂടി കയറുന്നതിനും ഇറങ്ങുന്നതിനും വലിയ ഗേറ്റുകൾ സ്ഥാപിച്ചതായും വിജിലൻസ് കണ്ടെത്തി. താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്ഥലമളന്ന് കയ്യേറ്റവും നിർമ്മാണങ്ങളും പൊളിക്കണമെന്ന് കാണിച്ച് 2023 ഏപ്രിൽ മാസം വിജിലൻസ് KSTP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് ലഭിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും KSTP അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തത് ദുരൂഹം. വിജിലൻസ് റിപ്പോർട്ട് KSTP ഉദ്യോഗസ്ഥർ കണ്ണും പൂട്ടി പൂഴ്ത്തിയെന്ന് ചുരുക്കം. ഈ ഗേറ്റും അതിലും മാത്രമല്ല, പഴയകുന്നുമ്മൽ പഞ്ചായത്ത് അതിർത്തിയിലെ വാഴോട് മുതൽ ഇരട്ടച്ചിറ വരെ KSTPയുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾ നിർബാധം കയ്യേറിയിട്ടുണ്ട്. നാട്ടുകാരും ജനപ്രതിനിധികളും നിരവധി പരാതി നൽകിയിട്ടും KSTP അനങ്ങിയിട്ടില്ല. ഇതെന്തു KSTP എന്നാണ് നാട്ടുകാർ മൂക്കത്തു വിരൽ വെച്ച് ചോദിക്കുന്നത്. നാട്ടുകാരും യുവജന സംഘടനകളുമൊക്കെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. സിറിഡി ലെസ്ലിക്കും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ KSTP ഉദ്യോഗസ്ഥർ ആള് ചില്ലറക്കാരല്ല കേട്ടോ, ആള് പുലിയ. ഇതൊക്കെ എടുത്ത് ഭരണത്ത് വെച്ചിട്ട് ആൾക്കാരെ വെള്ളപൂശാൻ ശ്രമിച്ചു കളഞ്ഞാൽ എന്തൊക്കെ ഈ നാട്ടിൽ നടക്കാതിരിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ദീപക് തരവണ ഒരു കാര്യം അറിയിക്കുന്നു. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പലയിടത്തും ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. തലശ്ശേരി ധർമ്മടം പ്രദേശത്ത് മഴ കനക്കുന്നു. ധർമ്മടത്ത് വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തു എന്നാണ് ദീപകിൻ്റെ റിപ്പോർട്ട്. സർക്കാർ ഭൂമി 4 മീറ്ററോളം കയ്യേറിയതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയത്. റിപ്പോർട്ട് പൂഴ്ത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. KSTPയുടെ ഈ സ്ഥലങ്ങൾ മുഴുവൻ മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് KSTPയുടെ ഉദ്യോഗസ്ഥർ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് പഴയകുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ KSTPയുടെ കാലാകാലങ്ങളിൽ വരുന്ന ഉദ്യോഗസ്ഥർ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് കാണുന്നത്. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നവരും അല്ലെങ്കിൽ KSTP അധികാരികളും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇനിയും ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് സർക്കാർ ഭൂമിയാണ്. ഇത് സർക്കാർ ഈ ഗതാഗത യോഗ്യമാക്കി അല്ലെങ്കിൽ ബസ് ബേകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയാണ്. അത് ഈ സ്വകാര്യ വ്യക്തികൾ കൈയേറുന്നത് അത് അനുവദിക്കാൻ സാധിക്കില്ല. ശക്തമായ പ്രക്ഷോഭങ്ങളുമായി യുവജന സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഈ ഭൂമി KSTP കയ്യേറിയില്ല എന്നുണ്ടെങ്കിൽ
BJPയുടെ പഴുന്നൽ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഏറ്റെടുത്ത് ഇത് എന്താണോ ഇതിനുള്ള ഒരു നടപടി അത് പൊളിച്ചു മാറ്റാനാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിൻ്റെ മുന്നിൽ നിന്ന് പൊളിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് കൊല്ലം ചിത്ര മാടത്തറയിൽ സഭാ ബേക്കറിയിൽ 2 കുട്ടി കള്ളന്മാർ മോഷണം നടത്തി. ചെറിയ കുട്ടികളാണ്, അവർ കുഴപ്പമില്ല, അവരെ കൈയോടെ പിടിച്ചു, പോലീസ് അവരെ പൊക്കി. പക്ഷേ പോലീസുകാർ അവരുടെ പടമൊന്നും എങ്ങും വരാതെ സൂക്ഷിക്കണം, കാരണം ഇവരെ കള്ളനൊന്നും ബ്രാൻഡ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ എന്തായാലും അവർക്ക് നല്ല ഉപദേശമൊക്കെ കൊടുത്ത് വിടാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കൊരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഇടുക്കിയുടെ പല ഭാഗത്തും കനത്ത മഴ പെയ്യേണ്ട മൂന്നാറിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് കുടുങ്ങിയ ഒരു സ്ത്രീ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. അതുപോലെ MG കോളനിയിലെ മാലയാണ് ഇപ്പോൾ മരിച്ചതായി വാർത്ത വരുന്നത്. കനത്ത മഴ തുടരുന്നു. രാഹുൽ വിജയൻ ചേരും. അതുപോലെ അതിരപ്പള്ളിയിൽ ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് സൂരജ് സജ്ജി അറിയിക്കുന്നു. ഈ വാർത്തകളൊക്കെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വിശദമായി നൽകാം. ബ്രേക്കാണ്. ഈ വ്യാഴാഴ്ചയായിരുന്നു ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി സംപ്രേഷണം ചെയ്യാനിരുന്നത്. ചില അവിചാരിതമായ കാരണങ്ങളാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച മുതലായിരിക്കും ഈ പരിപാടി ആരംഭിക്കുക. ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡിയല്ലേ, നമ്മൾ സൂക്ഷിച്ച് പറയണമല്ലോ. അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി രാത്രി 9 മണിക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന റിക്വസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെ നല്ല മഴയുണ്ട്. ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ വളരെ ശ്രദ്ധിക്കണം. മണ്ണിടിച്ചിൽ ഭീഷണി വളരെ ശക്തമായി ഈ സ്ഥലത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിക്കുന്നു. അപ്പോൾ ഇതുവഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന്, പ്രത്യേകിച്ച് രാത്രി യാത്ര ഒഴിവാക്കണമെന്നാണ് എറണാകുളം ജില്ലാ കളക്ടർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ ഇപ്പോൾ പലയിടത്തും കനത്ത മഴ തുടരുകയാണ്. മൂന്നാറിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിപ്പോയ സ്ത്രീ മരിച്ചു എന്നാണ് വാർത്ത. MG കോളനി സ്വദേശി മാലയാണ് മരിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലും രാത്രി യാത്ര നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. നാളെ രാവിലെ 6 മണി വരെ ഈ നിരോധനം നിലനിൽക്കും എന്ന് ജില്ലാ കളക്ടറേറ്റ് അറിയിക്കുന്നു. മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിൻ്റെ ഒരു ഷട്ടർ 10 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരും. രാഹുൽ, ഇപ്പോൾ കനത്ത മഴയാണോ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും? പ്രധാനമായും ഏത് സ്ഥലത്തൊക്കെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം? ആദ്യം ആ മണ്ണിടിഞ്ഞു വീണ് ഉണ്ടായ മരണത്തിൻ്റെ വിശദാംശങ്ങൾ തരൂ. SK ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് MG കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. കുമാർ എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. കുമാറിന്റെ ഭാര്യ മാലയാണ് ഈ മണ്ണിനടിയിൽ പെടുകയും ചെയ്തത്. ഇവരെ എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ പുറത്തെത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ മഴ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇടുക്കിയിലെ രാത്രിയാത്രാ നിരോധനം അത് ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്കാണ്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, അനിശ്ചിതകാലത്തേക്കാണ്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഈ നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിലാണ് പ്രധാനമായും മഴ പെയ്യുന്നത്. കട്ടപ്പന, കുമളി, തൂക്കുപാലം, നെടുങ്കണ്ടം ഈ പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. തൊടുപുഴയിലും മഴയുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് അല്പനേരമായി അത് തോർന്നു നിൽക്കുകയാണ്. എന്തായാലും കൃത്യമായ ജാഗ്രത ഈ പ്രദേശത്തുള്ളവരൊക്കെ പാലിക്കേണ്ടതുണ്ട്. രാത്രിയാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണ ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥയിൽ ഒടിഞ്ഞു വീഴാൻ പാകത്തിന് നിൽക്കുന്ന മരം നേര്യമംഗലം മുതൽ വരെയുള്ള ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിച്ചു വേണം അതുവഴി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ യാത്ര ചെയ്യാൻ. എന്തായാലും അതൊക്കെ കൃത്യമായിട്ടും ജില്ലാ ഭരണകൂടം മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. മഴ അത് ശക്തമായി തന്നെ ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ പെയ്യുന്നുണ്ട്. SK രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മണ്ണിടിച്ചിൽ ഭീഷണി പല സ്ഥലങ്ങളും നിലനിൽക്കുന്നു. മാത്രമല്ല ഹൈറേഞ്ചിലേക്കുള്ള യാത്ര ഇപ്പോൾ ഈ രാത്രി ഒഴിവാക്കണം. നാളെ രാവിലെ വരെ ഇത് ഒഴിവാക്കണമെന്നാണ് ജില്ലാ കളക്ടർ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുളിക്കാനിറങ്ങിയവൾ കുളത്തിൽ കാണാതായി. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറാണ് കുളിക്കാനിറങ്ങിയ ശേഷം കാണാതായത്. പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി ഈ കുളത്തിൽ വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണിപ്പോൾ. കനത്ത മഴയെ തുടർന്ന് ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് തൃശ്ശൂർ ബ്യൂറോ. മുളങ്കൂട്ടം റോഡിലേക്ക് മറിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മുള നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജി വിശദാംശങ്ങൾ നൽകും. പറയൂ സൂരജ്. SK ഉച്ചതിരിഞ്ഞ് തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ നഗരത്തിലടക്കം വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് അതിരപ്പള്ളി ചാലക്കുടി പാതയിൽ വലിയ മുളങ്കൂട്ടം അത് റോഡിന് നടുവിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി ഈ പാതയിലൂടെ, അതായത് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളും അവിടെ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ ഈ മുളങ്കൂട്ടം മുറിച്ചു മാറ്റി ഇവരുടെ യാത്ര സുഗമമാക്കുന്നതിനുള്ള ഒരു നടപടി അത് വനംവകുപ്പ് ഇടപെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ വലിയ മുളങ്കൂട്ടം
മുളങ്കൂട്ടമാണ് ഈ റോഡിന് നടുവിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഈ മുളങ്കൂട്ടം മുറിച്ചു മാറ്റാൻ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിലേക്കും ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുമുള്ള ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിന്റെ മലയോര മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഈ രാത്രികാലങ്ങളിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു നിർദ്ദേശം ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. പ്രധാന പാതയായിട്ടുള്ള അതിരപ്പള്ളി ചാലക്കുടി പാതയിൽ ഇപ്പോൾ ഈ മുളങ്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ വിജയൻ, താങ്ക് യു സുരേഷ് സജി. ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇടുക്കിയിലെ മലയോര മേഖലയിൽ രാത്രി യാത്ര നിരോധിച്ചതായി ഞങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ വിജയൻ അറിയിക്കുന്നു. വൈകുന്നേരം 7 മണി മുതൽ, അതായത് ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. പത്തനംതിട്ടയിൽ കാര്യമായ മഴയുണ്ട്. അപ്പോൾ ഈ മഴയുടെ ആധിക്യം കൊണ്ടായിരിക്കാം പല ജില്ലകളിൽ നിന്നും കുട്ടികൾ യൂട്യൂബിൽ വന്ന് നാളെ സ്കൂളുണ്ടോ കോളേജുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിദ്യാലയങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പതിവ് പോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കും. അഥവാ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ അതാത് ജില്ലയിലെ കളക്ടർമാർ ഈ വിവരം അറിയിക്കും. ആ വിവരം അപ്പോൾ തന്നെ പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും 24-ലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയാൻ കഴിയുന്നത് 24-ലൂടെ ആയിരിക്കും. അപ്പോൾ നമുക്കൊപ്പം തന്നെ തുടരുക. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അവധി നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, മഴ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അവിടെ നമ്മൾ എഴുതി കാണിക്കും. മാത്രമല്ല അവതാരകൻ, വാർത്താ വായനക്കാർ പറയുകയും ചെയ്യും. ഇനി പത്തനംതിട്ടയിലേക്ക്. ഈ ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. കുറുമ്പൻമൊഴി ക്രോസ്വേ മുങ്ങിയെന്നാണ് റിപ്പോർട്ട്. 250ഓളം കുടുംബങ്ങൾക്ക് നാറാണൻമൊഴി പഞ്ചായത്തിൽ നിന്ന് വെച്ചൂച്ചിറയിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് പറയുന്നു. നമ്മുടെ ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഏറ്റവും ആദ്യം മുങ്ങുന്നൊരു പ്രദേശത്താണ് നമ്മളുള്ളത്. അത് കുരുമ്പൻമൊഴി കോസ്വേ ആണ്. ആ കോസ്വേയുടെ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. ശക്തമായ മഴ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ചില മരക്കഷ്ണങ്ങളടക്കം ഒഴുകി വരുന്നത്, അതായത് കാട്ടിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിനൊരു തെളിവാണ് പമ്പാ നദിയിൽ ഇത്തരത്തിൽ ജലനിരപ്പ് പൂർണ്ണമായി ഉയരുന്നത്. ഇത് എല്ലാ മേഖലയിലേക്കും, കോഴഞ്ചേരി ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, ആ മേഖലകളിലൊക്കെ തന്നെ പമ്പാ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ കോസ്വേ പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. നാറാണമൊഴി അതുപോലെ തന്നെ വെച്ചൂച്ചിറ, 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്ട് 250ഓളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് തൊട്ടപ്പുറത്ത്, കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മറ്റൊരു റോഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ഈ പഞ്ചായത്തുകൾ, നാറാണമൊഴി പഞ്ചായത്തിൽ നിന്ന് വെച്ചൂച്ചിറയിലേക്ക് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ സ്വാഭാവികമായി ഇനിയും ചുറ്റേണ്ടി വരും. ഈ ഒരു വെള്ളം ഇറങ്ങി പോകാതെ ഈ വഴിയിലൂടെ കടന്ന് വരേണ്ടി വരും. നമ്മുടെ ഒപ്പം ഈ പ്രദേശവാസിയായ അലി കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ സ്ഥിരം മുങ്ങുന്നൊരു പ്രദേശം തന്നെയാണ്. അതുകൂടി ഒരു പാലത്തിൻ്റെ സർവേ ഒക്കെ ഉണ്ടായിരുന്നില്ലേ മുൻപ്? ഇതൊരു കോസ്വേ ആണുള്ളത്. ഇനി തൊട്ട് താഴെയായിട്ടൊരു പാലത്തിന് സർവേ വന്നിട്ടുണ്ടായിരുന്നു. അത് 2-3 പ്രാവശ്യം സർവേ നടത്തിപ്പോയി. അപ്പോൾ ഫണ്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി വെച്ചില്ല. അപ്പോഴേ അക്കരെ ഇവർക്ക് ഇത് കൂടെയാണ് റോഡ് കൊടുത്തിട്ട് അപ്പുറത്തെ വഴി പെരുന്തേനരുവി ഡാമിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയ റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൂടെ കാര്യമായ രീതിയിലൊന്നും വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ബസ്സുകളൊന്നുമില്ല, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ബസ് നടന്നേ പോകാൻ പറ്റും. നടന്നല്ല, ഓട്ടോറിക്ഷ കാറുകളൊക്കെ പോകുന്നുണ്ട്. റോഡിന് വീതി കുറവായതുകൊണ്ട് സൈഡ് കൊടുക്കാനൊക്കെ പാടാം. എന്നാലും ഈ ശബരിമല വനമായി കാണുന്നത്, ഈ വനത്തിനടുത്തൂടെ സൈഡിൽ കൂടെ റോഡുണ്ട്. കുരുമ്പൻമൊഴി, ഇപ്പൊ നേരത്തെ കുരുമ്പൻമൊഴി കോളനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുരുമ്പൻമൊഴി ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ 200-250 കുടുംബക്കാരുണ്ട് താമസത്തിന്. പാലം ആവശ്യമുണ്ട്. എല്ലാവരും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സർവേകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടും നാട്ടുകാർ പ്രതീക്ഷയുണ്ട്. കുരുമ്പൻമൊഴി, മണക്കായും 2 കോളനിയായിട്ട് ഇവിടെ കിടക്കുന്നു. 2 കോളനികളാണ്. ഏതാണ്ട് ഒറ്റപ്പെട്ടൊന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അവർക്ക് കിലോമീറ്ററോളം ചുറ്റണം ആ പ്രദേശമാണ്. എന്നാലും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. നാളെ കാര്യമായ രീതിയിലുള്ള അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, നാശനഷ്ടങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇന്നലെ കുറേ മരങ്ങളൊക്കെ വീണിരുന്നു, കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ ഇന്ന് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ആശ്വാസകരമാണ്. എന്തായാലും സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.
കാസർഗോഡും കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുന്നുവെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തിന് വിവരം അറിയിക്കുന്നുണ്ട്. വെറ്ററിനറി സർവകലാശാല മാനേജ്മെൻറ്റ് കൗൺസിൽ വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം കിട്ടി. SFI സ്ഥാനാർത്ഥി P. അഭിരാം 427 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെന്നാണ് അറിയുന്നത്. നിങ്ങൾക്കറിയാം, പൂക്കോട് വെറ്ററിനറി സർവകലാശാല ആസ്ഥാനത്തായിരുന്നു വോട്ടെണ്ണൽ. ഈ വെറ്ററിനറി സർവകലാശാലയാണ് ഈ അടുത്ത കാലത്ത് വിവാദങ്ങൾക്ക് ഇടമായ സ്ഥലം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി വടുതലയിൽ കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണതാണ്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഭാഗ്യം. എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അഭ്യർത്ഥിക്കുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. പറയൂ അശ്വിൻ. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് ജില്ലയിൽ പരക്കെ പെയ്തത്. അതിനിടെയാണ് വടുതലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണത്. അത് വടുതലയിൽ ടാക്സി വാഹനമാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിൽ യാത്രക്കാരില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ അപകടം ഒഴിവാകാൻ കാരണമായത്. ഒപ്പം ഡ്രൈവറും ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് നാട്ടുകാരൊക്കെ ചേർന്നാണ്, ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് മരം അവിടെ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഒപ്പം മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര അത് ഒഴിവാക്കണമെന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ യാത്ര ഒഴിവാക്കുന്നതാണ് അപകടരഹിതമായ ഒരു കാര്യങ്ങൾക്ക് ഉചിതമെന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. അതുകൊണ്ട് രാത്രി യാത്ര ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന അംബേദ്കർ നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മഴ കനക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. കോട്ടയത്ത് കനത്ത മഴ തുടരുന്നുവെന്ന് പല പ്രേക്ഷകരും നമ്മെ അറിയിക്കുന്നു. ജെറി ഫോട്ടോഗ്രാഫി അദ്ദേഹം പറയുന്നത് കോട്ടയത്ത് ഒരു അലർട്ടും ഇല്ല, പക്ഷേ ഒടുക്കത്തെ മഴയാണ്. ഇന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് തന്നെ ഒരു തരത്തിലാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്, ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചില കുട്ടികളൊക്കെ നാളെ സ്കൂളുണ്ടാകുമോ കോളേജ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്കൂള് നാളെ വിദ്യാലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. തൃശ്ശൂർ കോയമ്പത്തൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർക്ക് പന്നിയങ്കര ടോൾ പ്ലാസ കഴിഞ്ഞു വേണം പോകാൻ. പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ഒക്കെ ഏറെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ടോൾ പ്ലാസയ്ക്ക് നല്ല കുപ്രസിദ്ധിയുണ്ട്. ഇപ്പോൾ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമായി അടുത്ത മാസം മുതൽ ടോൾ വരുമെന്നാണ് പറയുന്നത്. വികസനം വരുന്ന സമയത്ത് ഈ പ്രാദേശികമായി ജീവിക്കുന്ന ആളുകൾക്ക് പണിഷ്മെൻറ്റ് വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ടോൾ പ്ലാസയിൽ ഈ അവിടുത്തെ ലോക്കൽ ആളുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനം. ടോളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ടോൾ കൊടുത്ത് പോകണമെങ്കിൽ അവർ മുടിഞ്ഞു പോകില്ലേ? വലിയ വികസനം, വലിയ വാഹനങ്ങൾക്ക് 120 കിലോമീറ്റർ വേഗത്തിൽ പോകാൻ വലിയ ഹൈവേകൾ നമ്മൾ വെട്ടിയിടുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ നെഞ്ചത്തൂടെ അത് കയറാൻ പാടില്ല എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാലമായും തോന്നുന്നു. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ കടന്നു പോകേണ്ടി വരുമെന്നതിനാലാണ് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള 6 പഞ്ചായത്തുകളിലുള്ളവർക്ക് ഏറെ ചർച്ചകൾക്ക് ശേഷം ടോൾ കമ്പനി സൗജന്യ യാത്ര അനുവദിച്ചത്. എന്നാൽ വരുന്ന 1-ാം തീയതി മുതൽ, അതായത് ജൂലൈ 1 മുതൽ ഈ സൗജന്യം ഉണ്ടാകില്ല. ഇതിനെതിരെയാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. 2022 മാർച്ച് 9-നാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നത്. ഇതിനുശേഷം പലതവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാൻ കരാർ കമ്പനി ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെയും സമര സംഘടനകളുടെയും ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ടോൾ പിരിവ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എന്നാൽ ജൂലൈ 1 മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുമെന്ന് കാണിച്ച് ടോൾ പ്ലാസ പരിസരത്ത് മുന്നറിയിപ്പ് നോട്ടീസുകൾ പതിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന് ശേഷം സമരപ്രതിനിധികളും ടോൾ പ്ലാസ അധികൃതരും ചർച്ച നടത്തിയെങ്കിലും പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ പിരിവിൽ ഇനി ഇളവ് നൽകാനാകില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ടോൾ പ്ലാസ അധികൃതർ. ഞങ്ങളുടെ തീരുമാനം 1-ാം തീയതി മുതൽ പ്രദേശവാസികളിൽ നിന്ന് പിരിക്കാമെന്നുള്ള തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനി അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതല്ല. പ്രതിഷേധക്കാരുടെ അത് സ്വാഭാവികമായിട്ട് വരുന്ന പ്രതിഷേധം തന്നെയാണ്. അതിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ അവർ ചെയ്യണം എന്താണെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ തീരുമാനം, കമ്പനിയുടെ തീരുമാനം അത് തന്നെയാണ്, പിരിക്കാമെന്നുള്ള തീരുമാനത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ടോൾ പ്ലാസയുടെ തൊട്ടടുത്ത് ഇരുഭാഗങ്ങളിലുമായി താമസിക്കുന്ന ചെറുവാഹനങ്ങൾ ഉപയോഗിക്കുന്ന പ്രദേശവാസികൾക്കുൾപ്പെടെ ടോൾ കൊടുക്കേണ്ടി വരുമെന്നതിനാൽ കമ്പനി തീരുമാനം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരും സമരസമിതി ഭാരവാഹികളും പറയുന്നത്.
ഈ ടോളിൻ്റെ സമരത്തിൽ വടക്കഞ്ചേരിയിലെ ജനങ്ങൾക്ക് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ വടക്കഞ്ചേരിയുടെ വികസനം തന്നെ മുരടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടോളിലെ കൊണ്ട് ജനങ്ങൾക്ക് വളരെ വിഷമകരമായ പല കാര്യങ്ങളുമുണ്ട്. ഈ സമരം ഒരു രൂപ പോലും നമ്മൾ ഇന്നിവിടെ പിരിക്കാൻ ഈ പ്രദേശവാസികളിൽ നിന്നോ സ്കൂൾ കുട്ടികളിൽ നിന്നോ ഒരു രൂപ പോലും പിരിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് നേരത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കളക്ടറുടെയും MP-മാരുടെയും നേതൃത്വത്തിൽ ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കരുതെന്നും നിർദ്ദേശം വെച്ചു. തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് ജനപ്രതിനിധികളെയോ കളക്ടറെയോ അറിയിക്കണമെന്നുമായിരുന്നു ചർച്ചയിലെ നിർദ്ദേശം. എന്നാൽ ടോൾ കമ്പനി ഈ തീരുമാനം ലംഘിക്കുകയാണെന്നും ജനകീയ സമരവേദി ചൂണ്ടിക്കാണിക്കുന്നു. വടക്കഞ്ചേരി ജനകീയ വേദി, പന്തലാംപാടം ജനകീയ കൂട്ടായ്മ, കേരള വ്യാപാരി സംരക്ഷണ സമിതി, സ്കൂൾ ബസ് അസോസിയേഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. 6 പഞ്ചായത്തുകളിലുള്ളവർക്ക് സൗജന്യമായി യാത്ര അനുവദിച്ച് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ടോൾ കമ്പനി പറയുന്നത്. എന്നാൽ ഒരേ ദിവസം പലതവണ യാത്ര ചെയ്യേണ്ടി വരുന്ന തങ്ങൾക്ക് ടോൾ കൊടുത്തുള്ള യാത്ര അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത്. പന്നിയങ്കരയിൽ വരാൻ പോകുന്നത് സമരകാഹളങ്ങളുടെ ദിനങ്ങളോ? രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്ന തീരുമാനത്തിൽ കമ്പനി മാറ്റം വരുത്തിയതിനു മുമ്പ് ജനപ്രതിനിധികളെയോ കളക്ടറെയോ അറിയിക്കണമെന്ന നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെട്ടില്ല. കമ്പനി തീരുമാനത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് കടക്കുന്നത്. കാരണം ഇതിനകത്തൊരു അനീതിയുടെ മുഖമുണ്ട്. ജൂലൈ 1 മുതൽ ഇനി പന്നിയങ്കര നിവാസികളിൽ നിന്ന് സൗജന്യ പാസ് ഇല്ലാതാക്കി ടോൾ തിരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധേനയും ഇതുപോലുള്ള കൊള്ള കമ്പനിക്കാർക്ക് ജനങ്ങളിൽ നിന്നുള്ള പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സമരങ്ങൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. പന്നിയങ്കര ടോൾ പാസയിലൂടെ 2 കിലോമീറ്റർ കടന്നുപോയിട്ടാണ് പന്തലാംപാടം മേരിമാത ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്ന സ്കൂൾ വാഹനത്തിന് ഒരു മാസം 13,000 രൂപയോളം ടോൾ മേടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ടോൾ കമ്പനി. അതുപോലെ തന്നെ അവിടേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന മറ്റു വാഹനങ്ങൾ, രക്ഷിതാക്കളുടെ വാഹനങ്ങളിൽ നിന്നുമൊക്കെ സ്ഥിരമായിട്ട് ടോൾ പിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കടന്നു വന്നാൽ ഒരു ദിവസം 150ഓളം രൂപ ടോൾ കൊടുത്തിട്ട് വേണം ഈ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ വിടാനും തിരിച്ചു കൊണ്ടുവരാനും. അപ്പോൾ ഇത് ഈ പ്രദേശവാസികളോടും ഇവിടുത്തെ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ്. ടോൾ നമ്മൾ കൊടുത്തു പോകണമെങ്കിൽ ഒരു മാസം നമുക്ക് 13,400 രൂപ ടോൾ വേണം, ടോളിന് മാത്രം. ഇങ്ങനെ നമുക്ക് അങ്ങനെ കാര്യം മുന്നോട്ട് നടക്കും? ഒരു കാരണവശാലും ടോൾ കൊടുത്തു പോകാൻ സ്കൂൾ വാഹനങ്ങൾ നടക്കില്ല. എന്നാൽ നിശ്ചിത വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഡ്രൈവർമാരെയും വെച്ച് ആയമാരെയും വെച്ച് ഓടുന്ന വണ്ടികളാണ് ഇത് മൊത്തം. എന്തായാലും ജനങ്ങളോട് കാണിക്കുന്ന അനീതി തന്നെയാണ്. പ്രദേശവാസികൾ അവിടെ വലിയ നാഷണൽ ഹൈവേ വന്നതിനൊന്നും അവർ ഉത്തരവാദികളല്ലല്ലോ. അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർക്ക് പിഴ വരേണ്ടത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന അധികാരം ഉപയോഗിച്ച് ഇത്തരം നടപടികളെ സ്റ്റേ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നൗഷാദ് പുന്നത്തല പറയുന്നത് അവഗണനയുടെ ചൂളം വിളി കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തുകാർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ് മലപ്പുറം. തിരൂർ റെയിൽവേ ട്രാക്കിലൂടെ സ്റ്റോപ്പില്ലാതെ ഏതാണ്ട് 20 വണ്ടികൾ കുതിച്ചു പായുന്നുണ്ട്. പക്ഷേ നിർത്തുന്നില്ല. നിയുക്ത MP-മാർ ഇടപെടണം. കൂട്ടത്തിൽ പറയട്ടെ, ഞാൻ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴാണ് മനസ്സിലായത്. അതിൽ തിരൂർ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അവിടെ രാത്രി കാലത്ത് ലൈറ്റ് കാണുന്നില്ല. പുതിയ ബ്രിഡ്ജാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. ബ്രിഡ്ജ് വരുമ്പോൾ തന്നെ അവിടെ ലൈറ്റ് ഇടണം. കാര്യം സ്ത്രീകളൊക്കെ അതുവഴി പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് സ്ത്രീകൾക്കൊക്കെ സുരക്ഷിതത്വം കുറയുന്നൊരു കാലത്ത് എന്താണ് ചേട്ടാ അവിടെ ലൈറ്റ് ഇടാത്തത്? ആ സ്റ്റേഷൻ മാസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണേ. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ട് എത്തില്ല. പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോരെ സാർ, കാണണം. അതായത് കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കൊല്ലം തെന്മല ഒറ്റക്കൽ റെയിൽവേ പരിസരത്തെ ജനങ്ങൾ. രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് ഇവിടെ പതിവായിരിക്കുന്നു. കാട്ടാനകൾ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോഴും അധികൃതർ നടപടി എടുക്കുന്നില്ലെന്നാണ് ഒറ്റക്കലിലെ നാട്ടുകാർ പറയുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്നതിൻ്റെ ഇരകളാണ് ഇന്നാട്ടിലെ ജനങ്ങൾ. ഓരോ ദിവസവും ഇരുട്ടി വെളുപ്പിക്കുന്നത് ആനപ്പേടിയിലാണ്. ആനശല്യം രൂക്ഷമായതോടെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഒറ്റക്കൽ നിവാസികൾ. പുലർച്ചെ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ്.
മലയോര മേഖലയായ ഇവിടെ കൃഷിനാശത്തിന് പുറമെ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്കും പാൽ പത്ര വിതരണക്കാർക്കും ആന ഒരു ഭീഷണിയാണ്. ഭയങ്കരമായ ശല്യങ്ങളാണ്. ഇവിടെ മനുഷ്യന് കിടന്നു കൊടുക്കേണ്ട നേരം വെളുത്ത 5 മണിക്ക് വരിക, 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി വരിക. കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് ഇവിടെ ഇതിൻ്റെ പുറകിന് വന്നു. അങ്ങനെ വന്ന് ഭയങ്കര ശല്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജീവിക്കാനാ ഇവിടെ? ആരുടെ ശല്യം? ഭയങ്കരമായ ശല്യം, പുലി ശല്യം. ഒരൊറ്റ പട്ടിയോ പൂച്ചയോ ഈ പ്രദേശത്തൊന്നും ഇല്ല. അതിനെ മൊത്തത്തിന് കെട്ടിയിട്ടേക്കുന്നതിനെ വരെ പിടിച്ചുകൊണ്ട് പോവുക. അടിയന്തര പ്രശ്നപരിഹാരത്തിന് വനം വകുപ്പ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൺസൂൺ ശക്തമാകുന്നതോടെ ആനകൾ കാടിറങ്ങുന്നത് കുറയുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും വനം വകുപ്പ് വിശദീകരിക്കുന്നു. ആൾക്ഷാമവും സാങ്കേതികവിദ്യയുടെ പരിമിതിയുമാണ് വനം വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പാടെ തള്ളിക്കളയുന്നില്ല. വനപാലകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് വകുപ്പിന്റെ ചുമതലയാണ്. ഉന്നതതല യോഗങ്ങൾ ചേർന്ന് മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ അവ സമയബന്ധിതമായി നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കണം. ഈ ജനതയെ കൂടി പരിഗണിക്കണം. എ വി ജയശങ്കർ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ സങ്കടകരമായ വാർത്ത വരുന്നു. തൃപ്പൂണിത്തുറ കുറുമശ്ശേരി സ്വദേശി ശ്രീജിത്ത്, പോലീസുകാരൻ കുളിക്കുന്നതിനിടെ കാണാതായിരുന്നു. ഇപ്പോൾ നീന്തൽക്കുളത്തിൽ അദ്ദേഹം മുങ്ങി മരിച്ചു എന്ന വാർത്ത വരികയാണ്. തൃപ്പൂണിത്തുറ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്താണ് ഇങ്ങനെ മരിച്ചത്. ക്യാമ്പിലെ കുളത്തിൽ സുഹൃത്തിനൊപ്പം നീന്താൻ ഇറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത്. നീന്തുന്നതിനിടെ വെള്ളത്തിൽ 2 പേരും മുങ്ങിപ്പോയി. കൂടെ ഉണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ശ്രീജിത്ത് മുങ്ങി താഴ്ന്നുപോയി. ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലാണ് ശ്രീജിത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സങ്കടകരം. ഈ വാർത്ത നമ്മൾ തന്നെ വായിച്ചതാണ്. ആനശല്യം രൂക്ഷമായതോടെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശങ്കയിലാണ് തെന്മല ഒറ്റക്കല്ലിലെ നിവാസികൾ. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പലപ്പോഴും ഈ അതിർത്തികളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയിൽ കന്യാകുമാരി താമസിക്കുന്ന ആൾക്കാർ, വയനാട്ടിൽ താമസിക്കുന്ന ആളുകൾ, കാസർഗോഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പലപ്പോഴും ഭരണാധികാരികൾ കാണാറില്ല. കണ്ടാലും അത് കണ്ടതായിട്ട് നടിക്കുന്നില്ല. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയ്ക്കും ഇതേ അവസ്ഥയാണ്. പലപ്പോഴും അവഗണനയാണ് ഇത്തരം സ്ഥലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലം. മലയിൽ നിന്ന് ആന ഇറങ്ങി വരാൻ കാരണം മല തീറ്റയില്ലാത്തതുകൊണ്ട് ആ തീറ്റയ്ക്ക് വേണ്ടി ഇവിടെ ഈ മല വർഷം തോറും ഇത്ര രൂപ ചിലവാക്കുന്നുണ്ട്. ഇവർ മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിക്കുക. ആ നേരത്തിന് കുറേ വാഴകൾ ജോലിക്കാരെ കൊണ്ടുവന്നതും കുഴിച്ച് വെപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള മരങ്ങൾ പ്ലാവോ മറ്റു വൃക്ഷങ്ങൾ നട്ട് വളർത്തുവാങ്ങി നാട്ടുകാർക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാ രീതിയിലും ജനങ്ങൾ വളരെ ഭീഷണിയിലാണ്. സന്ധ്യ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഒറ്റക്കൽ പ്രദേശവാസികൾ വളരെ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇറങ്ങി വരുമ്പോൾ ആന റോഡിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ പശുവിനെ കറക്കാൻ വന്ന് പശുവിനെ കറന്നു കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് പ്ലാവിൻ്റെ ചവിട്ടിയ ആന. അത് കാരണം ഭയന്ന് വീട്ടിൽ വന്ന് ഇവിടുത്തെ അച്ചായനെ വിളിച്ച് ഉടനെ ആൾക്കാരെ അറിയിക്കാൻ പറഞ്ഞ് അവരെ അറിയിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു. അവരെല്ലാം കൂടെ നീന്താലും ഓടിച്ചു വിട്ടു. സുരേഷ് കെ.ടി പറയുന്നു, കൊച്ചി തേവര ഫെറി കുണ്ടന്നൂർ പാലത്തിൽ നിറയെ കുഴികളാണ്, വലിയ ബ്ലോക്ക്. എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അധികൃതർ ശ്രദ്ധിക്കട്ടെ. ഇനി ഒരു ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് കേസ് ഡയറി കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കൊപ്പം തന്നെ തുടരുക. പല സ്ഥലങ്ങളിലും മഴ തുടരുന്നു എന്ന വാർത്തയും വരുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാണാം. നിങ്ങൾക്കറിയുന്നല്ലോ, കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുകയാണ്. ഹൈറേഞ്ചിലേക്കുള്ള യാത്ര, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലേക്ക്, വനമേഖലയിലേക്കുള്ള യാത്രകൾ സൂക്ഷിക്കണം. എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള രാത്രികാല യാത്ര എറണാകുളം ജില്ലാ കളക്ടർ നിരോധിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. രാവിലെ 6 മണി വരെയാണ് ഈ നിരോധനം നിലനിൽക്കുക. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം, കേസ് ഡയറി. കേരള തമിഴ്നാട് അതിർത്തിയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം തുടരുകയാണ്. കളിയിക്കാവുള്ള ഒറ്റാമരത്ത് വെച്ച് ഉണ്ടായ കൊലപാതകം പണത്തിനു വേണ്ടിയാണെന്ന് സൂചന കിട്ടുന്നു. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേരള തമിഴ്നാട് അതിർത്തി കളിയിക്കവിള ഒറ്റാമരം എന്ന സ്ഥലം. അർദ്ധരാത്രി 12 മണിക്ക് ദുരൂഹ സാഹചര്യത്തിൽ സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാർ ഒരു കാർ കാണുന്നു.
റോഡരികിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഹസാർഡ് ലൈറ്റും തെളിച്ച് ഏറെ നേരമായി കിടക്കുന്ന കാറിൽ സംശയം കൊണ്ടാണ് അവർ നോക്കിയത്. കാറിൽ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ ഒരാൾ. വിവരമറിഞ്ഞ കളിയിക്കവിള പോലീസ് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. കാറിലുണ്ടായിരുന്നത് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപു ആണെന്ന് കണ്ടെത്തി. JCB വാങ്ങാനായി കോയമ്പത്തൂരിലേക്ക് പോകും വഴിയായിരുന്നു ദീപു കൊല ചെയ്യപ്പെട്ടത്. അല്ല, ഈ കൂടെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വന്നു. ഇവിടെയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞതാണ്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ആരാണ് അവിടെ നിന്ന് വഴിയിൽ നിന്ന് കയറിയിട്ടുണ്ടോ കയറിയിട്ടില്ലയോ അല്ലെങ്കിൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കേൾക്കുന്നതാണിത്. പൈസ ഉണ്ടായിരുന്നു, പൈസ അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്കറിയാം. അയാളുടെ മാനേജർ നല്ലൊരു പാർട്ട് ഇന്നലെ ബാങ്കിൽ നിന്ന് വിഡ്രാ ചെയ്തിട്ടാണ് ഈ ആവശ്യത്തിന് അയാളുടെ കൈ കൊടുത്തത്. മാനേജർക്കറിയാം. കോറിയുടമയായ ദീപു ഇപ്പോൾ ചെയ്യുന്നത് JCB വിൽപ്പനയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള JCBകൾ നാട്ടിലെത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തി കച്ചവടം ചെയ്യുകയാണ് രീതി. അങ്ങനെ ഒരു JCB വാങ്ങാനുള്ള യാത്രയാണ് കളിയിക്കവിളയിൽ അവസാനിച്ചത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ചുറ്റുപാടുള്ള ദീപുവിന്റെ കൊലയ്ക്കു പിന്നിലെ കാരണവും മറ്റൊന്നല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നതാണ് ദീപുവിന്റെ ഭാര്യയും മകനും പറയുന്നത്. പല സമയത്തും 5 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷം വരെയും ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ദീപു നേരിട്ടിട്ടുണ്ട്. പണം തന്നില്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞത് 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. സംശയം വെച്ചാൽ മറ്റേ JCB വാങ്ങാനാണ് അയാൾ മാത്രമാണ് സംശയം. JCB വാങ്ങാനായി 10 ലക്ഷം രൂപയും കയ്യിൽ കരുതിയായിരുന്നു ദീപു കോയമ്പത്തൂരിലേക്ക് യാത്ര പോയത്. വഴിയിൽ നിന്ന് സുഹൃത്തിനെയും ഒപ്പം കൂട്ടുമെന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ദീപുവിന്റെ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടക്കുന്നതിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് കാറിലേക്ക് അയാൾ കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യം ഉണ്ടായിരുന്നുമില്ല. കയ്യിൽ കരുതിയിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കാറിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊലപാതകം നടത്തിയ ശേഷം പ്രതി പണവുമായി കടന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. 6 ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം. കേരള പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് നാളെയോടെ ഉണ്ടാകുമെന്നും SP സുന്ദരവദനം വ്യക്തമാക്കി. എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതിക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുൾ ഉടൻ അഴിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി അവഗണിച്ചു എന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് അദ്ദേഹത്തെ എന്നാണ് പറയുന്നത്. K. സുരേന്ദ്രന് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കൊടിക്കുന്നിലൂടെ നല്ല പ്രണയമാണ്. കൊടിക്കുന്നിൽ ഡൽഹിക്ക് ഒരു സത്യത്തിൽ K. സുരേന്ദ്രൻ മെസ്സേജ് അയക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന് തന്നെ സ്പീക്കറാക്കണമായിരുന്നുവെന്ന്. വേണമെങ്കിൽ നല്ല കാര്യമല്ലേ? ഇനി നമുക്ക് ചുറ്റും പ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബി ഓൾവേസ് പോസിറ്റീവ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയാറുണ്ട്. കൊച്ചി കണ്ടവൻ അത് ഞാൻ പറയത്തുമില്ല. പക്ഷേ കൊല്ലമെന്നും കൊല്ലംകാരെന്നും കേട്ട ചില ആളുകൾക്ക് നെറ്റിച്ചുള്ളി. എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നാൽ 85 വയസ്സുള്ള കൊല്ലം സ്വദേശി രഘുനാഥൻ എല്ലാവർക്കും ഇപ്പോൾ പ്രചോദനമാണ്. കൊല്ലത്തിൻ്റെ സ്വന്തം രഘുനാഥൻ്റെ വിശേഷങ്ങൾ. കൊല്ലം രഘുനാഥന് പിറന്ന നഗരമാണ്. എല്ലാ കുഴി അടച്ചാ? എല്ലാ കുഴി അടച്ചു. 5 ദിവസം കൊണ്ട് അടച്ചില്ല. സൈക്കിളിൽ അമ്മയ്ക്ക് പോകുമ്പോഴേ ടപ്പ ടപ്പന്നെ അടിച്ചു. അത് പൊട്ടിയ
റോഡിലെ കുഴികളിൽ വീട് നാട്ടുകാരുടെ നടുവൊടിഞ്ഞാലും കണ്ണടയ്ക്കുന്ന ഏമാന്മാർ 85-കാരനായ KCB സ്വാമി എന്ന രഘുനാഥന്റെ ഈ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ വാക്കുകളും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഞാൻ വേണമുണ്ടല്ലേ ചെയ്യുന്നത്, എനിക്ക് നിർബന്ധം അവിടെ ചെയ്യണ്ടേ, നമ്മൾ തന്നെ പറഞ്ഞാലും ചെയ്യത്തില്ല. പിന്നെ ഊരിന് മറ്റുള്ളവർ പറഞ്ഞ് ഊരിന് ചത്തുപോയാൽ എന്താ ചെയ്യും? മറ്റുള്ളവർക്ക് വരാൻ പാടില്ല. എൻ്റെ ആഗ്രഹമില്ല, അവർ എന്ത് വേണം ചെയ്യട്ടെ. എൻ്റെ നോട്ടീസ് എടുത്താൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. അല്ല, നമ്മളോട് പറഞ്ഞാൽ അവർ ചെയ്യണ്ടേ, അതാ പ്രശ്നം. ക്ഷേത്രത്തിൽ നിന്ന് സൈക്കിളിൽ മടങ്ങി വന്ന രഘുനാഥൻ കുഴിയിൽ വീണു. ഇനി ഒരാൾക്കും അപകടമുണ്ടാകരുതെന്ന് ഉറപ്പിച്ച അദ്ദേഹം വീട്ടിൽ നിന്ന് മണ്ണും സിമന്റും എത്തിച്ച് ഓരോ കുഴികളായി അടച്ചു. എൻ്റെ കിട്ടുന്ന ശമ്പളത്തെ 10,000 രൂപയ്ക്ക് സിമന്റ് എല്ലാം മേടിച്ച് വീട്ടിൽ സ്റ്റാക്കാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഉറക്ക് വന്നാൽ ഞാൻ ചെയ്തിരിക്കും. ആര് പറഞ്ഞാലും വന്നില്ലെങ്കിൽ എൻ്റെ സ്വന്തം ചെലവ് ഞാൻ നീട്ടാക്കും. കല്ല്, പിന്നെ സിമന്റ്, പഞ്ചസാര വെള്ളം ചേർത്താൽ പെട്ടെന്ന് കട്ടിയാവും. മഴ പെയ്താൽ ഇളകി പോകുന്നില്ല. ഒരു 20,000 രൂപ 15,000 രൂപ ഇതിനു വേണ്ടി ചിലവാക്കും. എല്ലാ മാസവും ഇതിനു വേണ്ടിയാ. അത് എവിടെ കണ്ടാലും ഇത് ചെയ്യും. കുഴിയടയ്ക്കാനുള്ള സാമഗ്രികൾ സൈക്കിളിൽ കരുതിയാണ് പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുഴികൾ അടക്കും. 10 ദിവസം കൊണ്ട് 8ഓളം കുഴികൾ അടച്ചു. വൈദ്യുതി ബോർഡിൽ നിന്ന് വിരമിച്ച രഘുനാഥൻ ഇപ്പോൾ കീഴ്ശാന്തിയായി ജോലി ചെയ്യുകയാണ്. പെൻഷന്റെയും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെയും വലിയൊരു പങ്കും സാമൂഹിക നന്മയ്ക്കായി ചെലവഴിക്കുകയാണ് ഇന്ന് രഘുനാഥൻ. കുഴികളടയ്ക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ രഘുനാഥൻ വീണ്ടും വൈറലായി. നിശബ്ദ ജനസേവകന് 24ന്റെ ബിഗ് സല്യൂട്ട്. ആർ അരുൺരാജ്, 24 കൊല്ലം. രഘുനാഥൻ, നിങ്ങളാൾ പുലിയാ കേട്ടോ, ഒരു സല്യൂട്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇനി ഒരു ചെറിയ ഇടവേള കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഇടവേള കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ മിക്ക ജില്ലകളും ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ വിളികളും വരുന്നുണ്ട്. അപ്പോൾ അതിനിടെ തനൂജ പറഞ്ഞിരിക്കുകയാണ്, ഈ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാതെ പോയിരുന്ന് പഠിക്കും കുട്ടികളെ, നാളെ ക്ലാസ്സൊക്കെ ഉണ്ട്. വ്യൂവർഷിപ്പ് ഇത്തിരി കൂടിക്കോട്ടെന്നേ. ഇപ്പോൾ എന്താ തനൂജ ടെൻഷൻ? ഇനി ഇടവേള കഴിഞ്ഞാൽ 24 സ്പീഡ് ന്യൂസ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇനി 24 സ്പീഡ് ന്യൂസ്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മൂന്നാറിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. കൊച്ചി വടുതലയിലും കാസർഗോഡ് വെള്ളരിക്കുണ്ടിലും കാറിന് മുകളിൽ മരം വീണ് അപകടമുണ്ടായി. വടകര മൂരാട് പാലത്തിന് സമീപവും പയ്യോളിയിലും മണ്ണിടിഞ്ഞു വീണു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കിയിലെ മലയോര മേഖലയിൽ രാത്രി യാത്രാ നിരോധനമുണ്ടായി. ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗത തടസ്സം. 3 ദിവസം കൂടി ശക്തമായ മഴ കേരളത്തിൽ തുടരും. ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടായി. NDA സ്ഥാനാർത്ഥിയായ ഓം ബിർളയ്ക്കെതിരെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും. കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായ തീരുമാനമെന്ന് തൃണമൂൽ കോൺഗ്രസ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കോൺഗ്രസ്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധിയുണ്ടെന്ന് സർക്കാർ സമ്മതിച്ചു. മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കും. പ്രതിസന്ധി പരിശോധിക്കാൻ 2-അംഗ സമിതി. നിർണായക തീരുമാനം വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി P. ശിവൻകുട്ടി നടത്തിയ ചർച്ചയിൽ. സർക്കാരിന് തെറ്റ് ബോധ്യപ്പെട്ടെന്ന് KSU. സംസ്ഥാനത്ത് ഇന്നും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ വ്യാപക പ്രതിഷേധമുണ്ടായി. സർക്കാരിന്റെ 2-അംഗ സമിതിയെ മുസ്ലിം ലീഗ് തള്ളി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ജാമ്യം അനുവദിച്ച വിചാരണ കോടതി വിധി സ്റ്റേ ചെയ്ത് ഡൽഹി ഹൈക്കോടതി. ഇഡിക്ക് മറുപടി നൽകാൻ മതിയായ സമയം ലഭിച്ചില്ലെന്ന് കോടതി. വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾക്കും വിമർശനം. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും. ലോക്സഭാ അംഗമായി ഇന്ന് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. സാക്ഷിയായി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. പലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായി സത്യപ്രതിജ്ഞാ വേദിയിൽ അസദുദ്ദീൻ ഒവൈസി. രേഖകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രോട്ടേം സ്പീക്കർ. ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP അംഗം സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ജയ് ഹിന്ദു രാഷ്ട്ര മുദ്രാവാക്യമുയർത്തി. കളിയിക്കാവിളയിൽ ക്വാറിയുടമയെ കഴുത്തറത്ത് കൊന്ന കേസിൽ പോലീസിന് നിർണായക സൂചന കിട്ടി. നാളെയോടെ അറസ്റ്റെന്ന് കന്യാകുമാരി SP. കൊലപാതകം പണം തട്ടാനുള്ള ശ്രമത്തിനിടെയെന്ന് പോലീസ്. കൊല്ലപ്പെട്ട കരമന സ്വദേശി ദീപുവിന് ഗൂണ്ടാ സംഘത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഭാര്യ. 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട ചിലർ സമീപിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. മൂന്നാർ കയ്യേറ്റ കേസുകളിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വ്യാജ പട്ടയങ്ങളില്ലെന്നും ക്രമക്കേട് ഉണ്ടായത് പട്ടയ വിതരണത്തിൽ നിന്നും വിശദീകരണം. ഏല കുത്തകപ്പാട്ട തരം മാറ്റത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് സർക്കാർ ഉടൻ അറിയിക്കണം. ടാസ്ക് ഫോഴ്സിനെ ഉടൻ നിയമിക്കാമെന്ന് സർക്കാർ. കേരള ബാങ്കിനെ C ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നടപടി നബാർഡ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഇനി 25 ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിൽ വ്യക്തിഗത വായ്പ കൊടുക്കാൻ കഴിയില്ല. അനുവദിച്ച വായ്പകൾ ഘട്ടങ്ങളായി തിരിച്ച് പിടിക്കണമെന്നും RBI നിർദ്ദേശം.
നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സംസ്ഥാന സർക്കാർ അടുത്ത മാസം 25-ാം തീയതി വരെ നിശ്ചയിച്ച സമ്മേളനം 11 വരെയാക്കി കുറച്ചു. ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. ശിക്ഷാ ഇളവിന് നീക്കമില്ലെന്ന സ്പീക്കറുടെ പരാമർശം അനുചിതമെന്ന് വി ഡി സതീശൻ. ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താനുള്ള സർക്കാർ ശ്രമം എന്ന കെ രമ. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടറിന് ഊഴം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. നിങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിലും കനത്ത മഴ പെയ്യുകയാണ്. എല്ലാവിധമായ ജാഗ്രതകളും എടുക്കുക. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം ഫോർ എൻകൗണ്ടർ പ്രൈം. ഗുഡ് ബൈ.